ശ്രീ റെജി ലൂക്കോസ് അതിൽ തന്നെ വ്യക്തികളെന്ന നിലയിൽ അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ഈ പ്രകൃതിയുടെ വിഭവങ്ങളെല്ലാം അതിന്മേലൊക്കെ തുല്യമായ അവകാശമുള്ള ഈ രാജ്യത്തിന്റെ നീതിന്യായ സംവിധാനങ്ങളിലൂടെ അതിന്റെ എല്ലാ തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ തുല്യമായി നമ്മളോടൊപ്പം പങ്കുവെക്കാൻ അവകാശമുള്ള, അതിന് സ്വാതന്ത്ര്യമുള്ള, നമ്മളെപ്പോലെ തന്നെ അന്തസ്സോടുകൂടി തല ഉയർത്തി ജീവിക്കാൻ അവകാശപ്പെട്ട, അധികാരപ്പെട്ട ഈ മണ്ണിലെ മനുഷ്യരാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ. അവരോട് രാഷ്ട്രീയ പാർട്ടികൾ, പൊതുസമൂഹം, ഈ പറയുന്ന സമ്പന്നതയിൽ കടന്ന് വളർന്നവർ, നാഗരികതയുടെ സമ്പന്നതയിൽ ജീവിക്കുന്നവർ, അതേപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, ഈ സർക്കാർ സംവിധാനങ്ങൾ, ഇവരൊന്നും തന്നെ അവരെ പരിഗണിക്കുകയോ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയോ, എന്തിനാണ് നമ്മളെപ്പോലെ മനുഷ്യരാണ് എന്ന് പോലുമുള്ള പദവി അവർക്ക് നൽകാൻ വിമുഖത കാണിക്കുന്ന ഒരു സംവിധാനം, ഒരു വ്യവസ്ഥിതി നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് വിശ്വനാഥനെ പോലുള്ളവർക്ക് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. അത് അന്വേഷിക്കാൻ പോകുന്ന അവരുടെ ഭാര്യയ്ക്കും വിശ്വനാഥന്റെ അമ്മയ്ക്കും വിശ്വനാഥന്റെ സഹോദരനുമൊക്കെ അപമാനം നേരിടേണ്ടി വരുന്നത്. ആശുപത്രിയിലായാലും പോലീസ് സ്റ്റേഷനിലായാലും അവിടെ ധന്യാരാമൻ ചോദിക്കുന്നു, നേരത്തോട് നേരമായിട്ടും ഈ പ്രതികൾ ആരാണ് എന്ന ഐഡന്റിഫിക്കേഷൻ അപ്പുറത്ത് അവരെ കണ്ടെത്താൻ കേരളത്തിന്റെ പോലീസിന് കഴിയാതെ പോകുന്നത് എന്താണെന്നാണ്. ആദിവാസികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ വരുമ്പോൾ ഇതാ വീണ്ടും ഒരു വള്ളിക്കെട്ട് വന്നിരിക്കുന്നു എന്ന് പോലീസുകാർ അടക്കം പറയുന്നത് ഈ തൊട്ടുകൂടായ്മയുള്ളത് കൊണ്ടാണ്, ഈ നിസ്സംഗത പുലർത്തുന്നത് കൊണ്ടാണ്. അത് ഉറപ്പാക്കാൻ, ആ സാമൂഹിക നീതി ഉറപ്പാക്കാൻ എന്തേ സർക്കാരിന് കഴിയാതെ പോകുന്നത്? ധന്യാരാമൻ പറഞ്ഞ കാര്യങ്ങളോട്, അവരുടെ വികാര പ്രകടനങ്ങളോട് 100% യോജിക്കുന്ന ആളാണ് ഞാൻ. ഞങ്ങൾ പല ചർച്ചകളിലും ആ യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പരിഷ്കൃത കേരളീയ സമൂഹം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമെങ്കിലും ഇപ്പോഴും നമ്മുടെ ആദിവാസികളുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളോടൊക്കെ ഉള്ള ഒരു എന്താ പറയുക, ഒരു ചെറിയ വിഭാഗത്തിന്റെ ഒരു അകർച്ച അവർ കാണിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പാടുള്ള പ്രവർത്തികൾ നമുക്ക് തന്നെ ഒരു നാണക്കേടാണ്. ഇന്നലെ വൈകുന്നേരം 5:30 മാനന്തവാടിക്കടുത്ത് ഈ സംഭവം കുറുവാദ്വീപിനടുത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എന്തൊരു നിഷ്ഠൂരമായ പ്രവൃത്തിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ 1 വർഷം മുമ്പ് പറവൂരിൽ ഒരു മനുഷ്യനായുടെ വാഹനത്തിന്റെ പിന്നിൽ ഒരു നായയെ കെട്ടിയിട്ടിട്ട് ആ വാഹനം ഓടിച്ചു വരുന്നതിനെതിരെ ഇവിടുത്തെ നായ്പ്രേമികളും ഇവിടുത്തെ ജനങ്ങളെല്ലാം എത്രയോ ഭയങ്കരമായ രീതിയിൽ എത്രയോ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതിന്റെ തുല്യമായ രീതിയിൽ ഒരു ആദിവാസി യുവാവിനെ ഒരു സംഘർഷം ഉണ്ടായപ്പോൾ അതിനെ അയവുണ്ടാക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായ ക്രൂരമായ സാമൂഹ്യ വിരുദ്ധര് ആ വാഹനത്തിൽ അയാളുടെ കൈ പിടിച്ചുകൊണ്ട് 500 മീറ്റർ ആ വാഹനം ഓടിച്ച് അദ്ദേഹത്തിന് പരിക്കേൽപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തണം. ഒരു തർക്കമല്ല കാര്യം, അതിനകത്ത് ഒരു രാഷ്ട്രീയം നോക്കാൻ പാടില്ല. എന്ത് തെറ്റാണ് ആ മനുഷ്യന്റെ? ഇനി എന്ത് തെറ്റ് ചെയ്താൽ പോലും ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അവരാരായിക്കോട്ടെ. ഇപ്പൊ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ രാവിലെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഇവരുടെ വാഹനം കണ്ടുപിടിച്ചു കഴിഞ്ഞു. കർശനമായ രീതിയിൽ അവർക്കുള്ള തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. അവർ വലയിലായെന്നാണ് എനിക്ക് ഏറ്റവും അവസരം കിട്ടുന്ന സൂചന. അവരെന്തായാലും ഐഡന്റിഫൈ ചെയ്തു. അത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ചെമ്മാടിന് സമീപമുള്ള 4 ചെറുപ്പക്കാരാണ് പറഞ്ഞത്. തന്നെയുമല്ല, മദ്യപിച്ച് മതോന്മത്തരായി നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിൽ വരുന്നവരെ നിയന്ത്രിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ടൂറിസം എന്ന് പറയുന്നത് മാനസികമായിട്ട് ഉല്ലാസമാണ്. അതിലൂടെ ആരോഗ്യം വേണ്ടി നമുക്ക് നല്ലൊരു ആരോഗ്യത്തിലൂടെ കൂടി ഉതകുന്നതാണ് ടൂറിസം എന്ന് പറയുന്നത്. വിനോദസഞ്ചാരം എന്ന് പറയുന്നത് ഇവന്മാരൊന്നും അതിനുവേണ്ടി വരുന്നതല്ല. സാമൂഹ്യ ദ്രോഹികളാണ്. അഴിഞ്ഞാട്ടത്തിനും നാട്ടുകാരുടെ മുമ്പിൽ താൻപോരുമ കാണിക്കാൻ വേണ്ടി വരുന്ന തെമ്മാടി കൂട്ടങ്ങളാണ് ഇവരെ കർശനമായി കൊലപാതക നേതൃത്വത്തിന് അവരുടെ പേര് കേസെടുക്കണം. എന്താ തർക്കം? ഇവിടെ വിശ്വനാഥന്റെ കാര്യം പറഞ്ഞു, നമ്മളൊന്ന് ചർച്ച ചെയ്തിട്ടുള്ള വിശ്വനാഥന്റെ കാര്യത്തിലും യാതൊരു സംശയമില്ല. ഒരു രാഷ്ട്രീയം ഞാൻ കാണിക്കുന്നില്ല. ആ ചെറുപ്പക്കാരനെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് അയാളെ മർദ്ദിച്ച് അവസാനം അയാൾ പോയി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സമയം പോയി അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ട് മരത്തിൽ തൂങ്ങിച്ചെന്ന് ചാവുകയത്. ഇതൊക്കെ എന്തൊരു കഷ്ടമാണ് നടക്കുന്നത്. നമ്മുടെ പോലീസ് സംവിധാനത്തിൽ പോലും ഇത്തരം കാര്യങ്ങൾ കാര്യക്ഷമമായിട്ട് നോക്കുന്നില്ല എങ്കിൽ എവിടെയോ എന്തോ തകരാറുണ്ട്. സർക്കാർ മാത്രം മനസ്സ് വെച്ചിട്ടൊന്നും അല്ലല്ല ശ്രീ റെജി ലൂക്കോസ്, ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വമാണ് സംസ്ഥാന ഭരണകൂടങ്ങൾക്കുള്ളത്. അതിൽ താങ്കൾക്ക് വിയോജിപ്പില്ലല്ലോ. അങ്ങനെയാണല്ലോ സാമൂഹ്യ നീതി നടപ്പാക്കേണ്ടത്. എന്താണ് മധുവിന്റെ കേസിൽ സംഭവിച്ചത്? എത്ര പേരാണ് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന 127 സാക്ഷികളിൽ 24 പേർ കൂറുമാറുന്നു. കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ പോകാതിരിക്കുന്നു. ഈ അഡ്വക്കേറ്റ് വേറൊരു പ്രോസിക്യൂട്ടറെ കൊണ്ടുവരുന്നു. ഈ സംഭവങ്ങളിലൊക്കെ തന്നെ ആൾക്കൂട്ട വിചാരണ നേരിട്ട മധുവിന്റെ കാര്യത്തിൽ നീതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടായില്ല എന്ന് മധുവിന്റെ ബന്ധുക്കൾ പറയുന്നു. ഇവിടെ വിശ്വനാഥന്റെ കേസിൽ വിശ്വനാഥന്റെ സഹോദരൻ ഗോപിയുടെ പ്രധാനപ്പെട്ട ആരോപണം തന്നെ ഈ സർക്കാർ അന്വേഷിച്ചാൽ എൻ്റെ സഹോദരനെ കൊന്ന ആളുകളെ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഈ സർക്കാരിന്റെ അന്വേഷണത്തിൽ, ആ സംവിധാനത്തിൽ, അതിന്റെ ആത്മാർത്ഥതയിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയാണ്
ഏറ്റവും കൊടും കുറ്റവാളികൾ അഴിഞ്ഞാടിയ ഈ രണ്ട് സംഭവങ്ങളിൽ അവരുടെ ബന്ധുക്കളുടെ സാക്ഷിമൊഴികൾ എടുത്തു കഴിഞ്ഞാൽ, അവരുടെ സാക്ഷ്യപത്രം എടുത്താൽ? തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, കേരളത്തിന്റെ തന്നെ ലോകത്തിലെവിടെയും ആദിവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. അവരാണ് ഈ പ്രകൃതിയുടെ ആദ്യത്തെ അവകാശികള്. അതിനോട് തർക്കമില്ല. തിരുനെല്ലിയിലെ ആദിവാസികളോടൊപ്പം ഞങ്ങൾ 1-2 ദിവസം ജീവിച്ചിട്ടുള്ളവർ 8-9 വർഷം മുമ്പ്. അവരുടെ സ്നേഹവും അവരുടെ പരിലാളനവും, പ്രകൃതിക്ക് ഒരു ദോഷം വരാതെ കണ്ട്, ഈ കാട്ടുകള്ളന്മാർ വ്യക്തിക്കുന്ന നമ്മുടെ നാട്ടിൽ പ്രകൃതിക്ക് ഒരു ദോഷം വരാതെ കണ്ട്, പ്രകൃതി അവർക്ക് അവകാശപ്പെട്ട സമ്പത്തുകൾ മാത്രം എടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യ കൂട്ടായ്മയാണ് ഈ ആദിവാസികൾ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ വിദേശത്തൊക്കെ പോയി, ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയി കണ്ടിട്ടുണ്ട്. എത്യോപ്യയിൽ കഴിഞ്ഞ വർഷം പോയപ്പോ അവരുടെ ആദിവാസി കുടികൾ യുനെസ്കോ പോലും സംരക്ഷിച്ചുകൊണ്ടിരിക്കുക, പൈതൃക ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത്. അതുപോലെ ഓസ്ട്രേലിയയിലെ അബോർജിൻസ് ഗോവിന്ദോടെ പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട് അതുമായിട്ട് നമുക്ക് നമ്മൾ ലജ്ജിക്കണം. അവർക്ക് ആ ഗവൺമെന്റ് അവിടുത്തെ സമൂഹം നൽകുന്ന പരിരക്ഷ, എതിലേ അവർക്ക് സഞ്ചരിക്കാം. അവരെ ആരും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. മോസ്റ്റ് പ്രയോറിറ്റിയാണ് അവർക്ക് കൊടുക്കുന്നത്. പക്ഷെ കേരളത്തിൽ അതെ ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ മരിച്ച ആത്മഹത്യ ചെയ്ത വിശ്വനാഥന്റെ സഹോദരൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ CI പറഞ്ഞതായി വിശ്വനാഥന്റെ സഹോദരൻ പറഞ്ഞത് എന്താണെന്നറിയാമോ താങ്കൾക്ക്? കള്ളം കുടിച്ച് ഇവിടെ വന്ന് മോഷണം നടത്തി പൈസ ഉണ്ടാക്കി തിരിച്ചു പോകുന്നത് വയനാട്ടിൽ നിന്നുള്ള ആദിവാസികളുടെ സ്ഥിരം പണിയാണ്. ഇതാണ് CI പറഞ്ഞത്. തീർച്ചയായിട്ടും അന്ന് ആ വാർത്ത വളരെ പ്രകമ്പനം സൃഷ്ടിച്ചൊരു വാർത്തയാണ്. ആ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ അനിയൻ പറഞ്ഞത് സത്യമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചാണ്. അങ്ങനെയൊന്നും എങ്ങനെയാണ് ഇവർക്ക് ഈ രീതിയിൽ പറയാൻ പറ്റുന്നത്? ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാകുന്ന, നമുക്ക് ഡൈജസ്റ്റ് ചെയ്യത്തില്ല. ഇന്നിപ്പോ ആദിവാസി ഊരിൽ നിന്ന് ജില്ലാ കളക്ടർ വരെ ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിലെ ഒരു IAS കുട്ടി വരെ അവിടെ വളർന്നു വന്നിരിക്കുന്നു. അവരെ അവരെ മുൻപോട്ട് കൊണ്ടുവരാൻ നമ്മൾ ഗവൺമെന്റുകളുടെ സൊസൈറ്റി ശ്രമിക്കുമ്പോൾ ഇത്രയ്ക്കും മനുഷ്യത്വരഹിതമായ ക്രൂരന്മാര് നമ്മുടെ സമൂഹത്തിനെ പുറകോട്ടടിക്കുക. എന്താ സംശയക്കാര്യത്തിൽ ഇവരെ അതിക്രൂരമായിട്ട് തന്നെ ഇവരെ ശിക്ഷിക്കണം. ഇവിടെ ധന്യാരവം പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. രാഷ്ട്രീയക്കാരൊന്നും അങ്ങനെ ഇവർക്കെതിരെ മുഖം തിരിക്കുന്നവരൊന്നും അല്ല. പക്ഷെ ഈ പറയുന്ന രീതിയിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ പരിഗണിക്കേണ്ട, ഏതൊരു വ്യക്തിയെ പരിഗണിക്കേണ്ട പോലെ പരിഗണിക്കേണ്ട അവരെയോട് കാണിക്കുന്ന ഈ നിസ്സംഗത, ഈ മുഖം തിരിക്കൽ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. കാരണം നമ്മുടെ സമ്പത്താണ് ആദിവാസികൾ എന്ന് പറയുന്നത്. അതൊക്കെ വയനാട്ടിലൊക്കെ പോയി കാണണം. അതുപോലെ തന്നെ ഈ അഗസ്ത്യകൂടത്തിന്റെ ഞങ്ങളൊക്കെ യാത്ര ചെയ്തിട്ടുള്ള അവിടെ പോയി നമ്മൾ കാണണം. നമ്മുടെ പ്രകൃതിയെയും നമ്മളെ എല്ലാം സംരക്ഷിക്കുന്നതിൽ മുൻകൈ എടുക്കുന്ന ഈ വിഭാഗമാണ്. അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോടൊപ്പം ഇത് ഭക്ഷണം കഴിക്കാനും. ശ്രീ റെജി ലൂക്കോസ്, നമ്മുടെ മുന്നിലുള്ള സംഭവങ്ങൾ താങ്കൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒന്ന് മധുവിന്റെ കാര്യത്തിൽ എന്തായിരുന്നു ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ? എന്താണ് അതിന് പിന്നിൽ നടന്ന ഗൂഢാലോചന? എന്തായിരുന്നു സംസ്ഥാന സർക്കാർ ആ വിഷയങ്ങളിൽ എടുത്ത നിലപാട്? വിശ്വനാഥന്റെ കാര്യം നോക്കൂ. ഈ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പോലീസിൽ വിശ്വാസമില്ല വിശ്വനാഥന്റെ സഹോദരൻ ഗോപിക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മരണത്തിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഏജൻസി അന്വേഷിക്കണമെന്ന്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ആദിവാസികൾ ഇരകളാക്കപ്പെടുന്ന, അവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ നീതി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ്. അല്ല, നമുക്ക് അങ്ങനെ അന്ധമായിട്ട് നമുക്ക് വിമർശിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ മധുവിന്റെ കാര്യത്തിൽ സംഭവിച്ചു എന്താ? മധുവിന്റെ കാര്യത്തിൽ ആ മധുവിനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അരി എടുത്തതിന്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ അടിച്ചു കൊന്നത്, പരസ്യമായിട്ട് കൊന്നത്, കേരളത്തെ കണ്ണീരണിയിച്ചത്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു വിഭാഗം മാറി നിന്നിട്ടില്ല. പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ്? കേരളം തിരിച്ചറിഞ്ഞതല്ലേ. എന്ത് ചെയ്യാൻ പറ്റും? ലക്ഷക്കണക്കിന്, ഇപ്പൊ നേരെ തന്നെ പറഞ്ഞത്, ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പ്രോസിക്യൂട്ടറെ സ്വാധീനിക്കുക, സാക്ഷികൾക്ക് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് കൂറുമാറ്റിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സർക്കാരിനും അത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സോഷ്യൽ അവയർനെസ്, ഒരു പൊതുബോധം അതിനകത്ത് നമ്മൾ സൃഷ്ടിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിലും ശ്രീ റെജി ലൂക്കോസ്, ആ പൊതുബോധം ഉണ്ടാക്കേണ്ടത്, ആ സാക്ഷരത നൽകേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. പ്രാഥമികമായി സമൂഹത്തിൽ ഈ പറയുന്ന തുല്യത എന്ന ആശയം കൊണ്ടുവരാൻ, ഈ പറയുന്ന പിന്നാക്ക വിഭാഗക്കാർ എന്നോ അതിരുവൽക്കരിക്കപ്പെട്ടവരെന്നും നമ്മൾ കണ്ടു മനസ്സിലാക്കി തിരിച്ചറിയുന്നവരെ അവരുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, അവരെ സമന്മാരായി കാണാൻ, അവർക്ക് വേണ്ട സാമൂഹിക നീതി ഉറപ്പാക്കാൻ, അവരെ ഏത് തരത്തിലാണ് സമൂഹം പരിഗണിക്കേണ്ടതെന്ന് ബോധ്യപ്പെടുത്താൻ ഉള്ള സാക്ഷരത നൽകേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കാണ്, നേതാക്കൾക്കാണ്. അത് കേരളത്തിൽ നടക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആദിവാസി വിഭാഗം ഈ നിലയിൽ അരികുവൽക്കരിക്കപ്പെട്ടവരായി മാറില്ലായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഭൂമിയുടെ ആദിമ മനുഷ്യർ എന്ന അർത്ഥത്തിൽ, അതിന്റെ യഥാർത്ഥ അവകാശികൾ എന്ന അർത്ഥത്തിൽ അവർ പരിഗണിക്കപ്പെടുമായിരുന്നു. അത് ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ, നാളിതുവരെ ഉണ്ടായില്ലല്ലോ. അല്ല, ഒരു പരിധിവരെ ശരിയാണ്. അത് നമ്മളോട് തന്നെ കുറ്റപ്പെടുത്തണം. നമുക്ക് എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട്. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ തന്നെ പറഞ്ഞ ഒരു കാര്യം ഞാൻ വളരെ സ്ട്രൈക്ക് ചെയ്തു. എന്താറിയോ? ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരൊന്നും ഈ നിമിഷം വരെ വാ തുറന്നിട്ടില്ല. ആരെയാണ് ആ നിഷ്ഠൂരന്മാര് ഈ ക്രൂരമായി അതിക്രമിച്ചത്? ഒരാരെങ്കിലും കാട്ടാന വിരട്ടി ഓടിച്ചാൽ
വെണ്ടയ്ക്ക നിരത്തുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശബ്ദം ഉയർത്തുന്ന മനുഷ്യരൊന്നും ഒരു മനുഷ്യന്, ഒരു ആദിവാസി യുവാവിന്, ഒരു തെറ്റും ചെയ്യാത്ത യുവാവിനെ പിന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ വാഹനത്തിൽ ഓടി അയാളെ സമൂലം ആ മനുഷ്യനെ അത് കാണാൻ പോലും പറ്റുന്നില്ല. എന്നിട്ടും ഇത്തരം ആൾക്കാർ മൗനം പാലിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇതിനെതിരെ എന്റെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിട്ടുള്ള ഇത് സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ്. ഇനി ഇതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആദിവാസികളെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ തനത് സമ്പത്തായിട്ടുള്ള ആ സമൂഹത്തിനെ ഇനിയും അപമാനിക്കുക, അധിക്ഷേപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമം മാറ്റി എഴുതണം. അവരിനി പുറലോകം കാണരുത്. ഒരു തർക്കമല്ല കാര്യത്തിൽ. ഗോകുലകൃഷ്ണക്ക് എത്ര തവണ വയനാട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ വയനാട്ടിലേക്ക് നമ്മൾ സത്യത്തിൽ വയനാട്ടിൽ യാത്ര ചെയ്യുന്നതിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ മനസാക്ഷിയും പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു യാത്ര ചെയ്യുന്നതിനാ. ഞാൻ വയനാട്ടിൽ ബിസിനസ് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് വയനാട്ടിലെ അന്ധമായി എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം അത്. വയനാട്ടിലെ ഈ ആദിവാസി സമൂഹങ്ങള് ഇപ്പൊ നമ്മൾ മുത്തങ്ങയിൽ നിന്നും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുത്തങ്ങയിൽ നിന്നും കാട്ടിലൂടെ മൈസൂർക്ക് പോകുന്ന വഴിക്ക് അവര് കാട്ടിലെ ഈ പറയുന്ന മുളയരിയൊക്കെ കൊണ്ടുവന്ന് റോഡ് സൈഡിൽ വിൽക്കുക, നമ്മളത് വാങ്ങിക്കുക. അവരാരും നശിപ്പിക്കുന്നില്ല. ഒരു മനുഷ്യനെയോ പ്രകൃതിയോ അവർ ദ്രോഹിക്കുന്നില്ല. ഏതെങ്കിലും ആദിവാസി ആരെങ്കിലും ഉപദ്രവിച്ചിട്ട് വാർത്ത വന്നിട്ടുണ്ടോ? ഒരു വാർത്തയും വന്നിട്ടില്ല. അവരാ പ്രകൃതിയോട് ഇണങ്ങി അവർ ജീവിക്കുക. അതൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിന് പകരം ഈ മനുഷ്യരെ ഉപദ്രവിക്കുക. ഇന്നലെ നടന്ന സംഭവം എന്നാ വാക്കുകൾ കൊണ്ടൊന്നും വിവരിക്കാൻ പറ്റില്ല. ഏത് സിസ്റ്റം അതിന് അനുകൂലമായിട്ട് നിന്നില്ലെങ്കിലും ആ സിസ്റ്റത്തെ തന്നെ പിരിച്ചുവിടണം പോലീസ്. പക്ഷെ ഈ കാര്യത്തിൽ സർക്കാരും പോലീസും കർശനമായ നടപടിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു.